പ്രിയ മീഡിയസിലേക്ക് സ്വാഗതം. കൂലിയുടെ ആദ്യ പകുതി കഴിയുമ്പോൾ ഞെട്ടിപ്പിക്കുകയാണ് ലോകേഷ് കനകരാജ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതെ, ഇതൊരു ലോകേഷ് കനകരാജ് പിക്ചർ തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് അതിഗംഭീരമായിട്ട് തന്നെ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു റിവെഞ്ച് ഡ്രാമ ഗണത്തിലാണ് സിനിമയുടെ തുടക്കമെങ്കിൽ അത് രജനീകാന്തിനെ കാണിക്കാനായി അല്ലെങ്കിൽ രജനീകാന്തിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. സ്റ്റേഡിയം മോഡിലേക്കാണ് സിനിമയുടെ തുടക്കം തന്നെ എത്തിക്കുന്നത്. രജനീകാന്ത് സ്ക്രീൻ പ്രസൻസ് വരുമ്പോൾ തന്നെ സ്റ്റേഡിയം മോഡ് ഓൺ ആവുക തന്നെയാണ്. എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് നാഗാർജുന, സൗബിൻ തുടങ്ങിയവരുടെ പ്രകടനം തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച ക്യാരക്ടറുമായിട്ടാണ് രജനീകാന്ത് വരുന്നത്. എന്തായാലും ഇതുവരെ കണ്ട ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യ പകുതിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും മികച്ച അഭിപ്രായം എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും ഓരോ വ്യക്തികളും ഇതിനകത്തിലെ ഓരോ ഇൻഡസ്ട്രിയിലെയും മികച്ച നടന്മാർ തന്നെയാണ് ഇതിനകത്തിൽ അണിനിരന്നിരിക്കുന്നത്. അവരിൽ പലരും അതിഗംഭീരമായിട്ട് തന്നെ കാഴ്ചവെക്കുന്നു പ്രകടനങ്ങൾ. ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, BGM തീ പിടിപ്പിക്കുമ്പോൾ രജനിയുടെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് എല്ലാത്തിനും മുകളിലേക്ക് നിൽക്കുന്നത്. എന്താണല്ലോ ഇൻ്റർവെൽ പഞ്ച് വരെ കലക്കിയിട്ടുണ്ട്. ലോകേഷിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ആ ഒരു ഇൻ്റർവെൽ പഞ്ചും വെച്ച് നോക്കുമ്പോൾ ഇത് മിന്നിക്കുന്ന സംഭവമായിരിക്കും എന്നുള്ളതാണ്. ഇതേപോലെ തുടർന്നാൽ സെക്കൻഡ് ഹാഫും കൂടെ ഒന്ന് തീ പടർത്തി കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിക്കാം, ആദ്യ ദിനത്തിൽ തന്നെ 200 കോടിക്ക് മുകളിൽ ഈ സിനിമ നേടുമെന്നുള്ളത്. അതെ, തലൈവർ അതിന് മുകളിലേക്ക് ഒരു നടനുമില്ല എന്നുള്ളത് ഉറപ്പിക്കുക തന്നെയാണ്. എന്തായാലും മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു. സെക്കൻഡ് ഹാഫ് കത്തിച്ചാൽ ഒരു കാര്യം ഉറപ്പിക്കാം, മലയാളം അല്ല, ഹിന്ദി അല്ല, തമിഴല്ല, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവമായി മാറും എന്നുള്ളതാണ്. എന്തായാലും മികച്ച ഫസ്റ്റ് ഹാഫ് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രകടനങ്ങളെല്ലാം തന്നെ അതേപോലെ തന്നെ ഒരു പ്രകടനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം എടുത്ത് പറയാം, മലയാളത്തിൽ ഒക്കെ കാണുന്ന സിനിമയുടെ പ്രകടനമല്ല, ഇതൊരു മാസ് മസാല എൻ്റർടൈനർ എന്നുള്ള ഗണത്തിൽ തന്നെയാണ്. രജനീകാന്തിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു അതിന് മുകളിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒരു 74-കാരൻ്റെ വിളയാട്ടമാണ്, പൂണ്ട് വിളയാട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആരാധകർക്ക് ഒരു കാര്യം, ശാന്തരാവു എന്ന് തന്നെയാണ് പറയാനുള്ളത്. അമ്മാതിരി ഗംഭീരമാണ്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ തലൈവരുടെ അഴിഞ്ഞാട്ടം തന്നെയാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ തന്നെയാണ്. അനിരുദ്ധിൻ്റെ BGM ഗൂസ് ബംസ് ആണ്. അതുപോലെ തന്നെ പ്യുവർലി സെലിബ്രേഷൻ ഇൻ തിയേറ്റർ എന്ന് തന്നെ പറയാം. ഒരു മാസ് സുനാമി തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ബാക്കി കാര്യങ്ങളുമായി വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. സെക്കൻഡ് ഹാഫുമായിട്ട് വരാം.